Hi, this is Srijil Kallingal, Auto Consultant, Delta Cars. നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹോണ്ട സിറ്റി ആണ്. ഹോണ്ട സിറ്റിയിലെ സേഫ്റ്റി അതുപോലെ ലുക്ക്. ആദ്യമായിട്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ലുക്കാണ് നമ്മൾ എല്ലാവരും നോക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വണ്ടിയിൽ നൽകിയിരിക്കുന്ന ഒരു ഫ്രണ്ട് ഗ്രിൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഇത് വെച്ചതിന് ശേഷമുള്ള ലുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി ലുക്ക് തന്നെയാണ്. ഒരു ഡിഫറെൻറ്റ് ലുക്കിലേക്ക് ഈ വണ്ടിനെ മാറ്റാനായിട്ട് ഈ ഗ്രിൽ ലൈറ്റ് സഹായിച്ചിട്ടുണ്ട്. അത് നല്ല ക്വാളിറ്റിയുള്ള ഗ്രിൽ ലൈറ്റാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഹോണ്ടയുടെ എല്ലാ വാഹനങ്ങളുടെ ഒരു പ്രത്യേകതയാണ് വലിയ ഗ്ലാസുകൾ. ഇത് നമുക്ക് നല്ല ലുക്ക് വണ്ടിക്ക് നൽകുന്നുണ്ടെങ്കിലും വണ്ടിയിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് കംഫർട്ട് കുറയ്ക്കാറുണ്ട്. കാരണം വളരെയധികം ചൂടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അതിനുവേണ്ടി നമ്മളൊരു അടിപൊളി ഗാർവെയറിൻ്റെ തന്നെ സൺ പ്രൊട്ടക്ഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഗ്ലെയറും ചെയ്തിട്ടുണ്ട്. എന്താണ് ആൻറ്റി ഗ്ലെയർ എന്നുള്ളത് എല്ലാവർക്കും സംശയമുള്ള കാര്യമാണ്. നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ സൈഡിലടിക്കുന്ന ഫിലിം തന്നെയാണോ നമ്മുടെ ഫ്രണ്ടിൽ ഉപയോഗിക്കുന്നതാണ്. തികച്ചും തെറ്റായ ധാരണയാണത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി ആവശ്യമുള്ള സംഭവമാണ് നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു ടൈപ്പ് സൺ പ്രൊട്ടക്ഷനാണ് ഗാർവെയറിൻ്റെ ആൻറ്റി ഗ്ലെയർ എന്ന് പറഞ്ഞ പ്രൊട്ടക്ഷൻ. അതുപോലെ തന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് 70-50 ഈ റേഞ്ചിലുള്ള സൺ പ്രൊട്ടക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് എന്താണ് 70-50 എന്നുള്ളത്. നമുക്ക് വിസിബിലിറ്റിയാണ് 70 എന്ന് പറയുന്നത്, ഒരിക്കലും തിരിച്ച് ഡാർക്ക്നെസ് അല്ല. അപ്പോൾ 70% എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല വിസിബിലിറ്റി ഉണ്ടായിരിക്കും. നമുക്ക് 20% എന്ന് പറയുമ്പോൾ ഡാർക്ക്നെസ് ആണ് വരിക. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഡാർക്ക്നെസ് ഉള്ള ഫിലിം ഉപയോഗിക്കരുത്. 50-70 ആ റേഞ്ചിലുള്ള മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മതി. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന BMW, ബെൻസ് കുറച്ച് പഴകിയ വണ്ടികളാണെങ്കിൽ അതിൻ്റെ ഡാഷ്ബോർഡ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇതിന് മെയിനായിട്ടൊന്നുമല്ല 100% കാരണം എന്ന് പറയുന്നത് സൺ പ്രൊട്ടക്ഷൻ അടിച്ചിട്ടുള്ളതാണ്. അടുത്തായിട്ട് നമുക്ക് പോകണമെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സ്പോയിലറാണ്. എന്തിനാണ് സ്പോയിലർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ലുക്കിന് മാത്രമല്ല, നമ്മുടെ വണ്ടിയുടെ എയറോ ഡൈനാമിക് ഷേപ്പിനും കൂടിയിട്ടാണ് സ്പോയിലർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പല വണ്ടികൾക്കും നല്ല വണ്ടിയുടെ ലുക്ക് കുറയാനുള്ള ഒരു കാരണം വണ്ടിയിൽ സ്പോയിലർ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ നോക്കുക നിങ്ങളുടെ വണ്ടിയിൽ സ്പോയിലർ ഉണ്ടോ എന്നുള്ളത്. സ്പോയിലർ ഇല്ലെങ്കിൽ സ്പോയിലറുള്ള വണ്ടിയായിട്ട് കമ്പാരിസൺ ചെയ്ത് നോക്കിയാൽ ശരിക്കും വണ്ടിയുടെ ലുക്ക് തന്നെ മാറുണ്ടാവും. അതുപോലെ തന്നെ വണ്ടിയുടെ ഒരു വിറ്റ്നസ്സിനും ഒരു ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ സ്പോർട്ടി ലുക്ക് അതുപോലെ തന്നെ ഒരു എലഗൻ ലുക്കാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ സ്പോയിലർ ഉപയോഗിക്കുക. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ സേഫ്റ്റീനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ പല ആക്സിഡൻസും വരാറുണ്ട്. ഇതിന് ഏറ്റവും നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സംഭവമാണ് ഡാഷ് ക്യാം. ഡാഷ് ക്യാം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് അതിൽ ഏറ്റവും കൂടുതൽ മെമ്മറി സ്പേസ് എത്ര നമുക്ക് ഇടാൻ പറ്റും എന്നുള്ളത് നോക്കാം. മെമ്മറി കാർഡിലാണ് ഇതിൻ്റെ സ്റ്റോറേജ് വരിക. അപ്പോൾ നിങ്ങൾക്ക് അത് ഏത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം അറിയണം. കൂടാതെ തന്നെ ഇതിൻ്റെ പിക്ചർ ക്ലാരിറ്റി നമുക്ക് 2K, അതായത് 2K മുതൽ 4K അതുപോലെ HD വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ഏറ്റവും നല്ലൊരു മോഡൽ സെലക്ട് ചെയ്യാം. ഞാൻ പറയുന്നത് ഏറ്റവും ഒരു 4K ഉള്ള മോഡലിനെ സെലക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പിക്ചർ ക്ലാരിറ്റി നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. നിങ്ങളുടെ ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ്സ് അതുപോലെ തന്നെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന വിഷ്വൽസ് ഒക്കെ നല്ല പക്കയായിട്ട് ക്ലാരിറ്റിയിൽ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഡാഷ് ക്യാം ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഫംഗ്ഷനാണ് G സെൻസർ എന്ന് പറയും. അതായത് നമ്മുടെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ആക്സിഡൻസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ഇല്ലെങ്കിൽ തന്നെ വണ്ടിയിലെ ആ വിഷ്വൽസ് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സെൻസർ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി നിങ്ങളിൽ ഉള്ളതെന്നുള്ള ഉറപ്പുവരുത്തുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മുടെ വണ്ടിയിൽ ഈ ഡാഷ് ക്യാം വെക്കുന്നതുകൊണ്ടുള്ള ഒരു ഉപകാരം ആക്സിഡൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. ആക്സിഡൻസ് കൂടാണ്ട് തന്നെ നമ്മൾ ഡ്രൈവിംഗ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതൽ ഡ്രൈവ് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും നല്ല വിഷ്വൽസ് നമുക്ക് കിട്ടാൻ പറ്റാറില്ല. കാരണം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫോണിലായിരിക്കും. പക്ഷേ ഡാഷ് ക്യാം വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ വിഷ്വൽസും ഷൂട്ട് ചെയ്ത് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പല രീതിയിലുള്ള ഇൻഫോർമേഷൻസും അതുപോലെ തന്നെ നിങ്ങളുടെ പല വണ്ടികളും ഉണ്ടായിരിക്കും. ഇതിലെന്തൊക്കെ അപ്ഡേഷൻ ചെയ്യണം, അത് ലീഗലായിട്ട് എങ്ങനെ ചെയ്യാം, നമുക്ക് വയറിംഗ് കട്ടിങ് ഇല്ലാണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടുക, നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനത്തെ ഫുൾ വീഡിയോസ് ഒത്തിരി പേര് നമ്മളോട് സജസ്റ്റ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈസ് ശ്രീജിൽ കല്ലിങ്ങൽ, ഓട്ടോ കൺസൾട്ടന്റ്, ഡെൽറ്റ കാർസ്. ബൈ.